അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനോട് കൂടിയിട്ടുള്ള ഒരു കിഡിലും കിച്ചൺ തന്നെ ഉണ്ട് കേട്ടോ. ഒരു എൽ ഷേപ്പിലുള്ള ഒരു കിച്ചണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അവിടുന്ന് ഒരു മെയിൻ കിച്ചണിന് ഒരു വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഒരു എൻട്രി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചൺ. ഇവിടെയും ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനുള്ള കബോർഡും ബ്ലാക്ക് കൗണ്ടർ ടോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നല്ലൊരു ഈ ഒരു വർക്കിംഗ് കിച്ചണും നല്ലൊരു സ്പേസോട് കൂടിയിട്ട് തന്നെ ഉണ്ട്. ഒരു സിങ്കും അതേപോലെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു കൗണ്ടർ ടോപ്പിനുണ്ട് കേട്ടോ. ഡൈനിങ് സ്പേസ് എന്ന് കണ്ടിട്ടുള്ള ആ ഒരു പാർട്ടീഷനാണ് ഇവിടെ ഉള്ളത്. GI പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ അവിടെ ഉണ്ട്. പിന്നെ ഇതാ ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നല്ല വിശാലമായിട്ടുള്ള വലിയൊരു ബാത്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയിട്ടുള്ള ഒരു ബാത്റൂം ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ സ്ഥിരമായി വർക്ക് ചെയ്യുന്നതൊക്കെ ഈ ഒരു വർക്കിംഗ് കിച്ചണിലാകുമ്പോൾ അവിടെ ഒരു ബാത്റൂമും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ല യൂസ്ഫുള്ളാണ്. അതേപോലെ വർക്കിംഗ് കിച്ചണിൻ്റെ ഇത് മൾട്ടി വുഡിലും ഈ ഒരു മെയിൻ കിച്ചണിൻ്റെത് മെറൈൻ വുഡിലും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ ഇവരുടെ ഫ്ലോറ് ഞാൻ പറഞ്ഞു ബ്രാൻഡ് സിംബോള ബ്രാൻഡിലുള്ള മാറ്റ് ഫിനിഷുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ടൈൽസാണ്. അതും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ കിച്ചണിൻ്റെ കളറും ആ ഫ്ലോറും ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ താഴത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് മുകളിലത്തെ നിലയിലേക്ക് പോകാം. അപ്പോൾ ഇതാ സ്റ്റെയറൊക്കെ നമ്മൾ സാധാരണ നല്ല ഹൈറ്റിലുള്ള സ്റ്റെയർ കാണും, പക്ഷേ ഇവിടെ നല്ല ഒരു ചെറിയ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു സ്റ്റെയറൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു ഭംഗിയും കൂടിയുണ്ട്. പിന്നെ ഇതാ ഹാൻഡ് റെയിലൊക്കെ GI പൈപ്പും വുഡ് ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല മരങ്ങളും പച്ചപ്പും തെങ്ങുകളും ഒക്കെയുള്ള ഒരു നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളുടെ ഇടയിലാണ് ഈ വീടുള്ളത്. അപ്പോൾ അതാണ് ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണി. അപ്പോൾ ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട്, നല്ല വിശാലമായിട്ടുള്ള. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൽ ഇൻറ്റീരിയർ വർക്ക്, അതായത് ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവർ ഐഡിയൽ ഡെക്കറിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ സെറ്റ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറിനെ കുറിച്ചും എക്സ്റ്റീരിയറിനെ കുറിച്ചും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ കൊടുക്കാം. പിന്നെ ഇതാ ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻറ്റൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.